ക്ലാസ് മുറിയിലേക്ക് കോൺക്രീറ്റ് പാളി അടർന്നു വീണ കായംകുളം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന കെട്ടിടത്തിന് ബലക്ഷയമുണ്ടെന്ന് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട്. നിലവിലെ സ്ഥിതിയിൽ കെട്ടിടത്തിൽ കുട്ടികളെ ഇരുത്തി പഠിപ്പിക്കുന്നത് അനുയോജ്യമല്ലെന്നും TKM എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നുള്ള വിദഗ്ധ സംഘത്തിന്റെ റിപ്പോർട്ടിലുണ്ട്. കുട്ടികൾ പഠിച്ചുകൊണ്ടിരുന്ന ക്ലാസ് മുറിയുടെ മേൽക്കൂരയുടെ അടിത്തട്ടിലെ കോൺക്രീറ്റ് പാളി അടർന്നു വീണ സംഭവമുണ്ടായ കായംകുളം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന കെട്ടിടം ബലക്ഷയമുള്ളതാണെന്ന് വിദഗ്ധ സംഘം കണ്ടെത്തി. നിലവിലെ സ്ഥിതിയിൽ കെട്ടിടത്തിൽ കുട്ടികളെ ഇരുത്തി പഠിപ്പിക്കുന്നത് അനുയോജ്യമല്ലെന്നും സംഘത്തിന്റെ റിപ്പോർട്ടിലുണ്ട്. TKM എഞ്ചിനീയറിംഗ് കോളേജിലെ അധ്യാപകരടങ്ങുന്ന സംഘമാണ് കെട്ടിടത്തിൽ കഴിഞ്ഞ ബുധനാഴ്ച പരിശോധന നടത്തിയത്. ഡോക്ടർ അലി മുബാറക്ക്, ഡോക്ടർ അൽത്താഫ് M, ഡോക്ടർ ചിൻസു മെറീന ജോയി, ഡോക്ടർ ആദർശ് എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. കുട്ടികൾ പഠിക്കുന്ന ക്ലാസ് മുറിയിലേക്ക് സിമന്റ് പാളി അടർന്നു വീണതിനെ തുടർന്നാണ് വിദഗ്ധ സംഘത്തെ നിയോഗിച്ചത്. ക്ലാസ് മുറിയിൽ നിന്നും കുട്ടികളെ മറ്റ് ക്ലാസുകളിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. കെട്ടിടത്തിന്റെ ഘടനാപരമായ സ്ഥിരത പരിശോധിക്കാനാണ് വിദഗ്ധ സംഘത്തെ നിയോഗിച്ചത്. കെട്ടിടത്തിന്റെ ഭിത്തികളിൽ പൊട്ടലുകളുണ്ടെന്നും കോൺക്രീറ്റിന്റെ കമ്പികൾ ഇളകിയിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സ്കൂളിന് ആവശ്യങ്ങൾക്കായി ഈ കെട്ടിടം പ്രവർത്തിപ്പിക്കാൻ കഴിയില്ല എന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അതേസമയം വർഷങ്ങളായി നഗരസഭ ഈ കെട്ടിടത്തിന് ഫിറ്റ്നസ് നൽകി പ്രവർത്തനാനുമതി നൽകുകയായിരുന്നുവെന്ന് ആക്ഷേപമുണ്ട്. നിരവധി പാളിച്ചകൾ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട്. കെട്ടിടത്തിൽ ചെറിയ വിള്ളലുകളുണ്ട്. സർഫസ് ഇളകിപ്പോകുന്ന രീതിയിലാണ്. കമ്പികൾ അധികവും തുരുമ്പിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ വലിയ റിസ്ക് കെട്ടിടവുമായി ബന്ധപ്പെട്ടുണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. CDNet ന്യൂസ്, കായംകുളം.